ഇപ്പൊ ഒരു KFC ഇറങ്ങിയിട്ടുണ്ടല്ലോ, KFC അറിയാമോ? എന്താ ഇപ്പൊ തന്നെ എല്ലാവർക്കും അറിഞ്ഞു കഴിഞ്ഞു. വന്നത് ഈ ഇടയ്ക്ക് വന്ന സാധനമാണ്. എന്താ KFC? കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ. 8 ദിവസം കൊണ്ടൊരു കോഴിക്കുഞ്ഞിന് ഹോർമോൺ മാത്രം കൊടുത്തിട്ട് ഈ പരുവത്തിലാക്കുന്നത്. ആഹാരം കൊടുത്തല്ല, ഒള്ളി ഹോർമോൺ. ആ ഹോർമോൺ മാത്രം കൊടുക്കുമ്പോ നിങ്ങൾ പഠിച്ചില്ല, 27 ദിവസം കൊണ്ട് ഒരു കോഴിക്കുഞ്ഞിനെ 27ാമത്തെ ദിവസം 2.5 കിലോയും 3 കിലോ ആക്കിയ ആ കോഴിയെ ഇറച്ചി നമ്മൾ തിന്നപ്പോ നമുക്ക് എന്ത് സംഭവിച്ചു എന്നറിയോ നിങ്ങൾക്ക്? അത് പഠിക്കണം, അപ്പടിത് ശരിയാവും. നമ്മുടെ ഒരു ശരീരത്തിലെ ഒരു കോശം ജനിച്ചു മരിക്കുന്നത് എത്ര ദിവസം കൊണ്ടാണ്? 21 ദിവസം. 21 ദിവസം കൊണ്ട് ജനിച്ചു മരിക്കേണ്ടുന്ന കോശത്തിന് 1-2 ദിവസം കൊണ്ട് പ്രായപൂർത്തിയാക്കിയാൽ അതിന്റെ ഗതി എങ്ങനെ ഇരിക്കും നമ്മുടെ ശരീരം? പറഞ്ഞ 21 ദിവസം കൊണ്ട് വളരേണ്ടുന്ന സ്വാഭാവികമായ വളർച്ച, ആ വളർച്ചയിൽ വളർന്നുകൊണ്ടിരിക്കേണ്ടുന്ന നമ്മള് 1-2 ദിവസം കൊണ്ട് ആ സെല്ലുകളെ വളർത്തിയെടുത്താൽ, പ്രായപൂർത്തിയാക്കിയാൽ അവിടെ നമ്മുടെ ശരീരത്തിനും എന്ത് സംഭവിക്കുന്നേ? എങ്ങനെ വരും? ും അത് വരും. ഈ കോഴിയെ നിങ്ങൾ ഇന്ന് കണ്ടുവച്ചോണം. ഒരിക്കലും മറക്കാത്ത സംഗതിയാണ് ഈ വായിക്ക് വരുന്നത്. ഒരു കോഴിയെ കൂട്ടിലിടുമ്പോൾ ഈ കൂട്ടി ചിറകിട്ടടിച്ച് അതിന്റെ എനർജി നശിപ്പിക്കാതിരിക്കാൻ ആദ്യമേ ഇതിനെ അടുപ്പിച്ചടിപ്പിച്ചാണ് ഈ കോഴിയെ ഇടുന്നത്. ഇങ്ങനെ അടുപ്പിച്ചടിപ്പിച്ചിടും ഒരു കോഴി വേറൊരു കോഴിയുടെ പുറത്ത് മുട്ടാതിരിക്കാൻ. അത് കഴിഞ്ഞ് മുമ്പിൽ കാണുന്ന കോഴിയെ ഇവനങ്ങ് പെരുത്തി നിൽക്കിയല്ലേ, തിന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന ഒരു കോഴി അതിന്റെ മുമ്പിൽ നിൽക്കുന്ന കോഴിയെ കുത്തിമുറിക്കാതിരിക്കാൻ അതിന്റെ ചുണ്ട് കണ്ടിച്ചു കളയും. മനസ്സിലായോ? അത് കഴിഞ്ഞ് മുമ്പിൽ നിൽക്കുന്ന കോഴിയെ കാണാതിരിക്കാൻ അതിന്റെ കണ്ണില് ലെൻസ് പിടിപ്പിക്കും. കോഴിയുടെ കണ്ണിൽ ലെൻസ് പിടിപ്പിച്ചു വെച്ചിരിക്കുന്നത്. കാരണം അടുത്തിരിക്കുന്ന കോഴിയെ കാണരുത്, കണ്ടാൽ അതിനെ കുത്തിമുറിക്കളയും. സ്വന്തം ശരീരം കുത്തിമുറിക്കാതിരിക്കാനാണ് കണ്ടിച്ചു കളയുന്നത്. അത്രയും വറ്റ് പിടിച്ചിരിക്കുന്ന ഒരു കോഴിയാണ് നിങ്ങൾ കാണുന്നത്. അതിനെ പകൽ കൊണ്ടുവരാൻ പറ്റില്ല. പകൽ കൊണ്ട് വെയിൽ പോലും കണ്ടാൽ ചത്തുപോകും. രാത്രിയിലാണ് കൊണ്ടുവരുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും? അതും കഴിഞ്ഞിട്ട് ഈ കോഴിയെ നമ്മളങ്ങോട്ട് തിന്നുമ്പോ അവിടെ നമ്മുടെ ഈ കുട്ടികളുടെ ശരീരത്തിൽ അമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് ഒരു കോഴിയിറച്ചിയും ചിക്കനും അടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ശരീരത്തിൽ കൂടെ കയറിയതായ ഹോർമോണുകൾ ആ കൊച്ചിന്റെ ശരീരത്തിലും കയറുന്നു. ആ കൊച്ചിന്റെ ശരീരത്തിൽ കയറുമ്പോ ആ കൊച്ച് എന്ത് ചെയ്യുന്നു? അതും വളർന്നു വരുമ്പോ പ്രസവിക്കുമ്പോ മുതല് 1 വയസ്സാവുമ്പോഴേ ചിക്കൻ കൊടുക്കാൻ തുടങ്ങുന്നു. ചിക്കൻ വേണം. അങ്ങനെ ചിക്കൻ തിന്നു കഴിഞ്ഞാൽ ഈ കോഴിക്കുഞ്ഞ് ഇങ്ങനെ തിന്നുമ്പോൾ ഈ കുട്ടി, ഇപ്പോഴത്തെ പെൺകുട്ടികളെല്ലാം 6 വയസ്സ് മുതൽ 10 വയസ്സാവുമ്പോഴത്തേക്ക് ഋതുമതികളാവുന്നു. പെട്ടെന്ന് അവർക്ക് വളർച്ച ഉണ്ടാവണം. സെല്ലുകൾ പെട്ടെന്ന് വളരുന്നു. വളരുമ്പോൾ ആ കുട്ടി 6 വയസ്സ് മുതൽ 10 വയസ്സിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഇപ്പോൾ എല്ലാ പെൺകുട്ടികളും ഋതുമതിയാവുന്നുണ്ട്. ഒരു പെൺകുട്ടി ഋതുമതിയാവുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ശാരീരികവും മാനസികവുമായിട്ട് അവളൊരു അമ്മയാവാനുള്ള യോഗ്യത നേടി എന്നാണ്. അവൾ പ്രായപൂർത്തിയാവുമ്പോൾ അവൾക്ക് ഒരു പ്രായപൂർത്തിയായ ഒരു പെണ്ണിന്റെ എല്ലാ വികാരങ്ങളും വിചാരങ്ങളും ഉണ്ടാവും. അതിന്റെ ഫലമാണ് 6 വയസ്സുള്ള പെൺകുട്ടി ഗർഭിണിയായി കിടക്കുന്ന ഈ രംഗം. മറക്കരുത്. ചിക്കനും ബോയിലറും ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുമ്പോഴും അവരവർ തിന്നുമ്പോഴും ദയവ് ചെയ്ത് ഈ കൊച്ചിനെ ഒന്ന് മനസ്സിൽ ഓർക്കുക. കൊച്ചു കുട്ടികളല്ല ഇപ്പോഴത്തെ. ചിക്കനും ഈ ഹോർമോണുകളും ഇതെല്ലാം ശരീരത്തിൽ കയറുമ്പോ, ഈ ശരീരത്തിന്റെ ഉള്ളിൽ ചെല്ലുമ്പോ കോശങ്ങൾക്ക് പലവിധം സംഭവിക്കും. കോശങ്ങൾ വാർദ്ധക്യം വരും. 6 വയസ്സിലല്ല 8 വയസ്സിലാണ് ഒരു പെൺകുട്ടി ഋതുമതിയാവുന്നെന്നുണ്ടെങ്കിൽ അവള് 6 × 8 48 വയസ്സാവുമ്പോ അവൾ പൂർണ്ണ കളവിയായി മാറിയിരിക്കും. ആയുർവേദം എത്ര വയസ്സിലാണോ ഒരു പെൺകുട്ടി ഋതുമതിയാവുന്നത് അതേ ഗുണം 6, അതാണ് അവളുടെ പ്രായം. മനസ്സിലായമല്ലോ? അപ്പൊ നിങ്ങൾ ഓരോ കൊടുക്കുന്ന ചിക്കനും അത് ഈ 27 ദിവസത്തെ കോഴിയെ ഈ പരുവത്തിലാക്കി ഈ കണ്ടീഷൻ നമ്മൾ എത്തിയപ്പോൾ കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ, KFC, ഈ കൊള്ളയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ചിന്തിക്കാൻ പോലും പറ്റൂല.